ഇവിടെ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും എവനെ എന്തോ പിടിച്ചു മാറ്റാത്തെ. അപ്പം ഞങ്ങൾ ഡെയിലി ഇതിനെ പിടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക തന്നെ. എന്നാലും ഗുണ്ടു നമ്മൾ അടുക്കളക്ക് അത് തുറന്ന ഉടനെ ഓടി വന്ന് ഈ കുഞ്ഞിപ്പൂച്ചയുടെ അടുത്ത് വരും. ഭയങ്കര സ്നേഹമാണ്. അതും ആദ്യമൊന്നും ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അവൻ കയറി ഇപ്പം ഇത്രത്തോളം അവൻ അങ്ങ് എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചെന്നാലേ അവനെ പിടിച്ചിഞ്ഞിട്ട് താഴോട്ട് ഇറക്കാൻ പറ്റും. അവന് സ്വയം ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഇറുകി ചൊരുവിയിരിക്കുകയാണ്. ഇത് സ്ഥിരമുള്ള കാഴ്ചയാണ്. ഒയിരയിരുന്ന് പൂച്ച വിളിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഗുണ്ടു ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഇതാ കണ്ട അവൻ ഞെരുങ്ങി അകത്തോട്ട് കയറി പൂച്ചകളെ സ്നേഹിക്കുകയാണ്. എന്ന് വെച്ചാൽ കുഞ്ഞു പൂച്ചകളല്ലേ, പക്ഷേ അവൻ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ ആദ്യം അവനെ പരിചയപ്പെടുത്തി കൊടുത്തത് കൊണ്ട് തന്നെ അവൻ കുഞ്ഞു പൂച്ചകളെ ഒന്നും ചെയ്യത്തില്ല, സ്നേഹിക്കുകയാണ് ചെയ്യും. പക്ഷേ പൂച്ചയ്ക്ക് ഭയങ്കര പേടിയാണ്. അതുങ്ങൾക്ക് അങ്ങോട്ട് വഴിയുമില്ല, ചെവര് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യുമെന്നുള്ള കുഞ്ഞു പൂച്ചയുടെ അവസ്ഥയാണ്. പക്ഷേ അവന് വലിയ സ്നേഹമാണ് കേട്ടോ, കുഞ്ഞുങ്ങളെ വലിയ സ്നേഹം. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തത് കൊണ്ട് തന്നെ അവന് ഭയങ്കര വാത്സല്യവും സ്നേഹമേ ഉള്ളൂ. അപ്പോൾ അവനെങ്ങനെയെങ്കിലും അപ്പോൾ അമ്മ പൂച്ച ഇവിടെ ഒന്നും അടുപ്പിക്കുന്നതേ ഇല്ല. അവൻ ഉണ്ടെങ്കിൽ അടുപ്പിക്കത്തില്ല. ഇവിടെ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും എവനെ എന്തോ പിടിച്ചു മാറ്റാത്തെ. അപ്പം ഞങ്ങൾ ഡെയിലി ഇതിനെ പിടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക തന്നെ. എന്നാലും ഗുണ്ടു നമ്മൾ അടുക്കളക്ക് അത് തുറന്ന ഉടനെ ഓടി വന്ന് ഈ കുഞ്ഞിപ്പൂച്ചയുടെ അടുത്ത് വരും. ഭയങ്കര സ്നേഹമാണ്. അതും ആദ്യമൊന്നും ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അവൻ കയറി ഇപ്പം ഇത്രത്തോളം അവൻ അങ്ങ് എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചെന്നാലേ അവനെ പിടിച്ചിഞ്ഞിട്ട് താഴോട്ട് ഇറക്കാൻ പറ്റും. അവന് സ്വയം ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഇറുകി ചൊരുവിയിരിക്കുകയാണ്. ഇത് സ്ഥിരമുള്ള കാഴ്ചയാണ്. ഒയിരയിരുന്ന് പൂച്ച വിളിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഗുണ്ടു ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഇതാ കണ്ട അവൻ ഞെരുങ്ങി അകത്തോട്ട് കയറി